ഹലോ എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RRB ALPയുടെ കട്ട് ഓഫ് മാർക്കാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. ALP 2025ൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവാണ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര മാർക്ക് ടാർഗറ്റ് ചെയ്ത് പഠിച്ചാലാണ് ഞാൻ ALP ക്ലിയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ് സേഫ് സ്കോർ എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓരോ എക്സാം എഴുതുമ്പോഴും ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഒരു സേഫ് സ്കോർ എന്താണെന്ന് മനസ്സിലാക്കി അത്രത്തോളം ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് RRB ALPയുടെ കട്ട് ഓഫ് മാർക്ക്, പ്രീവിയസ് ഇയറിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു മാർക്കിനേക്കാളും കൂടുതൽ മേടിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ALPക്ക് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് മാർക്കിന്റെ അനാലിസിസിങ് ആണ് കേട്ടോ. അപ്പോൾ ALP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഏറ്റവും നല്ല എക്സാമിനേഷൻ ആണ് ALP എന്ന് പറയുന്നത്. നല്ല സാലറി പാക്കേജ് ആയാലും എന്ത് കാര്യം വെച്ച് നോക്കിയാലും RRB ALP ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലേസ് ഉള്ള ഒരു ജോബ് തന്നെയാണ്. ഇത് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു CBT എക്സാമിനേഷൻ, ഫസ്റ്റ് ടയർ എക്സാമിനേഷൻ ഉണ്ട്, രണ്ടാമത്തെ ടയർ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു CBAT എക്സാമിനേഷൻ ഉണ്ട്. അതായത് CBAT എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ മെന്റൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് CBAT ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്ലസ് മെഡിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവും. അപ്പോൾ ഇത്രയും ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? 2 ടിയർ എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷൻ ക്വാളിഫൈ ആവുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ആവണമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയറിൽ നടന്ന കട്ട് ഓഫുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അനാലിസ് ചെയ്ത് പഠിക്കണം. എവിടെയാണ്, ഏത് സോണിലാണോ നിങ്ങൾ വെക്കുന്നത് ആ സോണിലുള്ള കട്ട് ഓഫ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇത് ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ALPയുടെ 2018 കട്ട് ഓഫ്, നമുക്കിപ്പോൾ CBT 1 മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? 2024 CBT 1 മാത്രമേ വന്നിട്ടുള്ളൂ, പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ നമ്മൾ കട്ട് ഓഫ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എത്ര മാർക്കാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഈ 2018 RRB ALP നടന്നപ്പോൾ, കാരണം നമ്മൾ 2 വർഷമെങ്കിലും മുന്നേ നമ്മൾ നോക്കണമല്ലോ എങ്ങനെയാണ് എക്സാം പാറ്റേൺ ആയിരുന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പോൾ സോൺ വൈസ് വേക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CBT 1 2018 നടക്കുമ്പോൾ ALP നടത്തുമ്പോൾ ALP പ്ലസ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് നടത്തിയത്. അതായത് ALPക്കും ടെക്നീഷ്യനും കൂടെ ഒരൊറ്റ എക്സാമിനേഷനായിട്ട് നടത്തിയിട്ട് പിന്നെയാണ് അതിൻ്റെ ടെക്നിക്കൽ ഭാഗക്കാർക്ക് പിന്നെ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ടെക്നീഷ്യൻസിന് പ്രത്യേക വേക്കൻസി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ 2024 വിളിച്ചപ്പോൾ എങ്ങനെയാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എക്സാം ആയിട്ടാണ്. ALPക്ക് സെപ്പറേറ്റ് എക്സാമിനേഷൻ, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് സെപ്പറേറ്റ് എക്സാമിനേഷൻ, നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ് നടന്നത്. അപ്പം രണ്ടിനും വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഓരോ സമയം മാറുന്തോറും നമുക്ക് എന്താണ് ഈ എക്സാം പാറ്റേണിലായാലും ഇതിൻ്റെ മാർക്കിംഗ് റേഞ്ചിനായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിലേക്കായിരിക്കണം നമ്മുടെ മൈൻഡ് ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ 2018 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സോണും ഉണ്ട്. അതിലേതെങ്കിലും ഒരു സോണായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സോൺ എന്ന് പറഞ്ഞാൽ ഒന്നീ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിരിക്കും നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള സദേൺ സോണുകാർക്ക് ഏറ്റവും കംഫർട്ടബിൾ അതാണ്. അപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എത്ര മാർക്കായിരുന്നു അന്ന്? 45 മാർക്കായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 വരുന്നത്, ടിയർ 1 വരുന്നത് എങ്ങനെയാണ്? 75 മാർക്കിലാണ് അല്ലേ? ടിയർ 2 ആണ് നമുക്ക് എത്ര മാർക്കിന് വരുന്നത്? 175 മാർക്കിന് വരുന്നത് അല്ലേ? അപ്പോൾ 75 മാർക്കിനാണ് എക്സാം നടത്തിയത്. അന്നൊക്കെ 75 തന്നെയാണ് സ്കോർ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2024 എങ്ങനെയായിരുന്നു വന്നത്? 2024 75 മാർക്കിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? അവർ മാർക്ക് ഇട്ടുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനിയുള്ള സമയത്തിൽ 2024 ആദ്യം നമുക്കിപ്പം 75 തന്നെയായിരുന്നു ഈ കട്ട് ഓഫ് വന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫുകൾ ശ്രദ്ധിച്ചറിയാം. 43, 53, 40, 42, 45 ഏകദേശം എത്ര പ്ലസ്? 40 റേഞ്ച് പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? 40ൽ കൂടുതൽ മാർക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2024 കാൽക്കുലേഷൻ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേഞ്ച് മനസ്സിലാവും. 100ൽ നമ്മുടെ 2018 75 മാർക്കിനാണെങ്കിൽ 2024 100 മാർക്കിനാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ. 100 മാർക്കിനാണ് കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഏകദേശം ഒരു 40 to 60 റേഞ്ചിനനുസരിച്ച് മാർക്ക് മതിയായിരുന്നു കേട്ടോ. അതായത് 2018 കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെന്നൈയിലൊക്കെ വന്നത് കണ്ടോ 47, ഏകദേശം 40 to 50-60 റേഞ്ചിനകത്ത് മാർക്ക് മേടിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയായിരുന്നു? 2018 ക്ലിയർ ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ ചെന്നൈയുടെ കട്ട് ഓഫ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും 47. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2018
ഒരു 40 to 60 കട്ട് ഓഫ് വന്നത്. ALP പ്ലസ് ടെക്നീഷ്യൻ ആണ് കേട്ടോ. 40നും 60നും ഇടയിലാണ് അതിന്റെ കട്ട് ഓഫ് നിന്നത്. ഇവിടെ ബാംഗ്ലൂർ ആയാലും 45 മാർക്കാണ് വന്നത്, 45. അതേസമയം നമ്മളിവിടെ ചെന്നൈ നോക്കുകയാണെങ്കിൽ 47 വന്നത്, 47. മുംബൈ നോക്കുകയാണെങ്കിൽ 44 വന്നത്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള മാർക്കാണ് അന്ന് 75 വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതല്ല ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, കാരണം ഇതിനൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2024 കലണ്ടർ അനുസരിച്ച് നമുക്ക് നോക്കി നോക്കാം. അതുപോലെ തന്നെ ALPയുടെ കട്ട് ഓഫ് 2018 CBT 2 വന്നത്. ഇപ്പോഴത്തെ CBT 2 ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ, അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2018 ഇപ്പോൾ ഈ പറയുന്ന മാർക്ക് കേട്ടോ 69, 75. ഇതൊക്കെ എന്താണ് പറയുന്നത്? ബാംഗ്ലൂരിന് 72 മാർക്ക്. എന്തിനാ? CBT 2 ആണ്. CBT 2 എത്രയാണ്? 175 മാർക്കിനാണ്. 175 മാർക്കിന് 72 പ്ലസ് മാർക്ക് വാങ്ങിച്ചവർ ജയിച്ചിട്ടുണ്ട്. അതായത് 72 ഒരു 80 റേഞ്ചിൽ മാർക്ക് വാങ്ങിച്ച എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 60ൽ മേളിൽ മേടിച്ച എല്ലാവരും ജയിച്ചു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. 70നും 80നും ഇടയിലാണ് CBT 2യുടെ ആ ഒരു സമയത്ത് കട്ട് ഓഫ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ അറിയേണ്ടത് ഏതിൻ്റെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ALPയുടെ CBT 1 കട്ട് ഓഫ് 2024 കാരണം ഇപ്പോൾ 2025 ആയതേ ഉള്ളൂ. ഇതേ പാറ്റേണിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ എക്സാം നടത്താനുള്ള ഒരു രീതി എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് അനുസരിച്ചായിരിക്കും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത്തവണത്തെ കട്ട് ഓഫ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത്, ഫസ്റ്റ് നമുക്ക് മുംബൈ തന്നെ നോക്കാം. കാരണം കുറേ പേര് മുംബൈ ഓപ്റ്റ് ചെയ്യും, കാരണം വാക്കൻസി അത്യാവശ്യം വരുന്ന സോണാണ് മുംബൈ എന്ന് പറയുന്നത്. അവിടെ UR കാൻഡിഡേറ്റ്സിന് ശ്രദ്ധിച്ചറിയാം 57 മാർക്ക്. നേരത്തെ 40 ആ ഒരു റേഞ്ചായിരുന്നു, ഇപ്പോൾ എത്രയായി? 57ഓളം മാർക്ക്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ സ്കോർ ശ്രദ്ധിച്ചറിയാം. ഒരു 50നും 70നും ഇടയിൽ മാർക്ക് മേടിച്ചവരാണ് ഏത് ജയിച്ചിരിക്കുന്നത്, ഈ പ്രാവശ്യത്തെ ALP ജയിച്ചതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. CBT 1 ജയിച്ചത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 60 പ്ലസ് മാർക്ക് ഏതിനാണ്? നമ്മുടെ 100നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള എക്സാംസിന് വേണ്ടിയായിട്ട് സേഫ് സ്കോർ, ALPയുടെ പുതിയൊരു സേഫ് സ്കോർ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഏകദേശം 70ഓളം മാർക്ക് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. 70ഓളം മാർക്ക്, 60ൽ പ്ലസ് മാർക്ക് വാങ്ങിക്കാൻ നോക്കുക. പക്ഷേ 70ഓളം മാർക്ക് നിങ്ങൾ സേഫ് ആയിട്ട് സ്കോർ സെറ്റ് ചെയ്ത് വച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്യുക, 70 മാർക്കോളം ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം മുംബൈയിൽ 57 വന്നോളൂ. അതേസമയം OBCക്ക് കണ്ടോ ഏകദേശം പകുതിയാണ് വരുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജനറലിനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ കോമ്പറ്റീഷൻ കൂടുന്നത്. കാരണം OBCയിൽ ഒരു നല്ല മാർക്ക് വാങ്ങിച്ചാലും അവരെ ഇതിലോട്ട് ഉൾപ്പെടുത്തുന്നത് ഈ പറയുന്ന UR കാൻഡിഡേറ്റിലേക്കാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ്സ് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമം നടത്തണം. അവരുടെ ഒരു സേഫ് സ്കോർ ആയിട്ട് 70 തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്ത് പഠിച്ചോ. അതേസമയം നമ്മുടെ ഈ OBC ആണെങ്കിൽ ഇവരെക്കാളും ഒരു 10 മാർക്ക് കുറഞ്ഞു പോകണമെങ്കിൽ പഠിക്കാം, ഒരു 60 മാർക്കോളം ഫിക്സ് ചെയ്ത് പഠിക്കാം. മറ്റു നമ്മുടെ SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിലും അറിയാം 36, 30 മാർക്കൊക്കെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കാൻ നോക്കുക. നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, നമ്മൾ ഒരിക്കലും പുറത്താവപ്പെടരുത്. അതുകൊണ്ട് ആ ഒരു സേഫ് സ്കോർ നിങ്ങൾ സെറ്റ് ചെയ്യുക. 50നും 70നും ഇടയിലുള്ള മാർക്ക് മേടിക്കാനുള്ള ശ്രമങ്ങളായിരിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. UR കാൻഡിഡേറ്റ് ആകുമ്പോൾ ഒരു 70 മാർക്ക് വാങ്ങിക്കുക. അതേസമയം SC ST കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ ഒരു 50 മാർക്ക് മേടിക്കുക. അതേസമയം OBC എന്ന് പറഞ്ഞാൽ 60 തൊട്ടുള്ള അങ്ങോട്ടുള്ളൊരു മാർക്ക്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളെല്ലാവരും കൊടുക്കുന്ന ഒരു ഏരിയ ഏതാണ്? തിരുവനന്തപുരവും ചെന്നൈയുമാണ് അല്ലേ, ട്രിവാൻഡ്രവും ചെന്നൈയുമാണ്. ട്രിവാൻഡ്രത്തിൻ്റെ വേക്കൻസി ശ്രദ്ധിച്ചറിയാം, കട്ട് ഓഫ് ശ്രദ്ധിച്ചറിയാം. 48 കട്ട് ഓഫ് വന്നത്. അതേസമയം OBCക്കും ഏകദേശം അതേപോലെ കട്ട് ഓഫ് വന്നു. കാരണം ട്രിവാൻഡ്രത്തൊക്കെ എന്ത് ചെയ്യും, OBC കാൻഡിഡേറ്റ്സ് കൂടുതലാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ സത്യാവസ്ഥ നിങ്ങൾ ഏത് സോണാണോ കൊടുക്കുന്നത് ആ സോണിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ അങ്ങനെ ഒരു സ്കോറിലേക്ക് നിങ്ങൾ എത്താവൂ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓപ്പൺ കാൻഡിഡേറ്റ്സിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 48 മാർക്ക് URനും 48 മാർക്ക് തന്നെയാണ് OBCക്കും വന്നത്. ചെന്നൈ എടുത്ത് നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക 49 മാർക്ക് UR കാൻഡിഡേറ്റ്സിന് വന്നു, 39 മാർക്കാണ് OBC കാൻഡിഡേറ്റ്സിന് വന്നത്. അപ്പോൾ ചേഞ്ചസ് ഉണ്ടാവുക, എവിടെയാണ് OBC ഒക്കെ കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെയിം സ്കോർ എന്ന് നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു മാർക്ക് തന്നെ സെറ്റ് ചെയ്ത് പഠിക്കുക. ആ ഒരു സ്കോറിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഏത് സോണാണോ വെച്ചത് ആ സോണിൽ നിങ്ങൾ ഈ ഒരു ചാർട്ട് അനുസരിച്ച് എവിടെയാണോ നിങ്ങൾ വെച്ചിട്ടുള്ളത്, ഇപ്പോഴത്തെ ALP വെച്ചിട്ടുള്ളത്, ആ LP സോണിന് എവിടെ എത്ര മാർക്കാണ് വന്നതെന്ന് നോക്കുക. ആ മാർക്കിനേക്കാൾ ഒരു 10 മാർക്ക് അഡീഷണൽ നിങ്ങൾ വാങ്ങിക്കാനുള്ള ശ്രമമാണ് തുടരേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഒരു 49 വന്നതെന്ന് വിചാരിച്ചോ.
അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾ എഴുതുമ്പോൾ എത്ര വാങ്ങിക്കാൻ നോക്കണം? ഒരു 59ഓളം മാർക്കെങ്കിലും വാങ്ങിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവാണ് നിങ്ങൾ എടുക്കുക. അല്ലാതെ പഴയതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ആവണം എന്നുള്ളൊരു കാര്യമല്ല പറയണം. നമ്മൾ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യണം. കാരണം പുതിയ കുട്ടികളുണ്ട്, ഈ എക്സാം കിട്ടാത്തവരുണ്ട്, ഈ എക്സാം എഴുതാൻ പറ്റാത്തവർ വീണ്ടും പഠിച്ച് ILPക്ക് വീണ്ടും എഴുതാൻ ശ്രമിക്കും. അപ്പോൾ അവരെന്തായാലും ഇതിനേക്കാളും ക്രോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളും ഫോളോ ചെയ്യേണ്ടത്. പുതുതായിട്ട് വരുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാർക്ക് കട്ട് ഓഫ് എങ്ങനെയാണോ അതിനേക്കാളും 10 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കിൽ കൂടുതൽ മേടിക്കാനുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പക്കയായിട്ട് തന്നെ ചെയ്യുക. ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഏത് പോയിന്റാണോ നിങ്ങൾ വയ്ക്കുന്നത് ആ പോയിന്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വളരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. അപ്പോൾ അതിന് കൃത്യമായ പ്രാക്ടീസ് ഉണ്ടാവണം, കൃത്യമായ രീതിയിൽ പഠിച്ചേ പറ്റുള്ളൂ. ഇനി പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പിന്നോട്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഏറ്റവും മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ് സർവീസ്മാൻ ഒക്കെ ഏതൊരു ആളാണ് പഠിക്കുന്നതെങ്കിൽ പോലും അവരുടെ കാറ്റഗറി കട്ട് ഓഫ് മാർക്ക് നോക്കിയിട്ട് അതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ തുടരുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫോക്കസ്ഡ് ആവും. ആ ഒരു എക്സാമിലേക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും എനിക്ക് ഇത്രയാണ് ടാർഗറ്റ് സ്കോർ എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മോക്കുകൾ എഴുതുക. അപ്പോൾ അതിനൊക്കെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, റെയിൽവേയുടെ ഏറ്റവും ഫൗണ്ടേഷൻ, ഏറ്റവും സിലബസുകൾ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ആവശ്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. അതിന് ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന ആർക്കാണ്? ദിശ അക്കാഡമിക്കാണ്. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, എന്തിലാണോ പഠിക്കുന്നതെന്നല്ല, ഏറ്റവും ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി എത്ര റെയിൽവേ ഇനി ചിലപ്പോൾ ഈ എക്സാം നീട്ടി വെച്ചാലും നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടിയെന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആശ്വസിക്കേണ്ടത്. അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, പെർഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ റെയിൽവേയുടെ ALP ടെക്നീഷ്യൻ്റെ റെയിൽവേ ലോക്കോ പൈലറ്റ് ആകാമെന്ന് പറഞ്ഞ പുതിയ ലൈവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 23 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പുവരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് കൃത്യമായിട്ട് കണ്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ദിശ അക്കാഡമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ രീതിക്കും നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ആർക്ക് കഴിയും, നമ്മുടെ ദിശ അക്കാഡമിക്ക് കഴിയും. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ എങ്ങനെയാണ് പറ്റുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തുടങ്ങുക. കാരണം ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. ആ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെ സെറ്റ് ആക്കണം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നല്ലപോലെ പഠിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.